ഹലോ പെറ്റ് ലവേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുകയാണ്. അങ്ങനെ ഒരു 2-3 ദിവസമായി തോന്നുന്നു ഞാൻ ശരിക്കും ലോങ് വീഡിയോ എടുത്തിട്ട്. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. കുറേ പേര് കണ്ടിട്ടുണ്ട്. നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് എന്നാൽ കഴിയാവുന്ന സമയങ്ങളിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഞാൻ മലയ്ക്ക് പോയേക്കാറുന്നു, ശബരിമലയ്ക്ക് പോയേക്കാറുന്നു. എന്തായാലും ഒത്തിരി സന്തോഷം. എനിക്ക് ശരിക്കും പറയാൻ ഞാൻ എൻ്റെ ചെറുപ്പം മുതലുള്ളൊരു ആഗ്രഹം തന്നെയായിരുന്നു ശബരിമലയ്ക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കും എനിക്ക് ചെറുപ്പത്തിൽ ഭയങ്കര ഒരു കാര്യം എന്താണെന്നറിയോ, അത് ആ ചെറുപ്പത്തിലത്തെ ആ ഒരു മൈൻഡ് സെറ്റാണോ, വേറെ ഒന്നല്ല. ഈ നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ പണ്ട് ഞാൻ ഒരു 4-5 പഠിക്കുമ്പോൾ ഈ കറുപ്പ് ഫുള്ള് ബ്ലാക്ക് ഇട്ട്, ചിലപ്പോൾ 4ാം ക്ലാസ് വരെ നമുക്ക് ഷോർട്ട്സാണല്ലോ, ട്രൗസേഴ്സാണ്. അപ്പോൾ അങ്ങനെ ഫുൾ ബ്ലാക്ക് ഇട്ട്, അതുപോലെ തന്നെ ഇപ്പോൾ 7ാം ക്ലാസ് വരെ ആകുമ്പോൾ 7ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ പാൻറ്റാണ്. അപ്പോൾ അതും ഫുൾ ബ്ലാക്കൊക്കെ ഇട്ടാകുമ്പോൾ അയ്യപ്പന്മാർക്ക് പ്രത്യേകിച്ചൊരു പരിഗണനയാണ് നമ്മുടെ മിസ്സുമാർക്ക്. ശരിയല്ലേ? കാരണം ഈ നമ്മുടെ വീഡിയോസ് ടീച്ചർമാർ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാവും. എന്ന് വെച്ചാൽ പിള്ളേരെ തല്ലാൻ പാടില്ല, എന്താ പറയുക, അങ്ങനെ ഒന്നും ആക്കാൻ പാടില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇതുകളുണ്ട്. അപ്പോൾ അതൊക്കെ അന്നൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഒന്നാമത്തിൽ ഞാൻ പഠിക്കില്ല, ഏറ്റവും ലാസ്റ്റ് ബെഞ്ചറാണ്. പിന്നെ എന്താ പറയുക, എല്ലാ പ്രശ്നങ്ങളിലും പോയി തലയിടും, എന്നിട്ട് എൻ്റേതായ പ്രശ്നങ്ങളാക്കും. എന്നിട്ട് അത് വലിയൊരു ഇതാക്കി ഒരു പ്രിൻസിപ്പൽ റൂമിൽ നിന്ന് മമ്മിക്ക് എന്താ പറയുക, ഡെയിലി എന്താ പറയുക, പ്രീ-ടൈം മീറ്റിങ്ങിലൊക്കെ വരുമ്പോൾ ഇല്ലേ, ശരിക്കും പറഞ്ഞാൽ പേടിയാണ് മമ്മിക്ക്. കാരണം വേറെ ഒന്നുമില്ല, അത്രയും നല്ല കുട്ടി തന്നെയായിരുന്നു. ഞാൻ നമ്മുടെ സെൻറ്റ് ജൂഡിലായിരുന്നു പഠിച്ചിരുന്നത്. അതിന് മുന്നേ ഞാൻ ഗുരുദേവ് എന്ന് പറഞ്ഞിട്ട് സ്കൂളായിരുന്നു, നമ്മുടെ പുത്തൂർ കല്ലുംകുന്ന്, അവിടെ ആയിരുന്നു സ്കൂൾ. അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പളിനൊക്കെ എന്നെ ഭയങ്കര താല്പര്യമാണ്. കാരണം വേറെ ഒന്നുമല്ല, അത്രയും നല്ലൊരു സ്വഭാവമായിരുന്നു എൻ്റെ. എന്താ പറയുക, മമ്മി ഒരു പി-ടി-എം മീറ്റിങ്ങിൽ പോലും മമ്മിക്ക് അറിയാണ്ട് പുറത്തിറങ്ങിയിട്ടില്ല ഞാൻ 7ാം ക്ലാസ് പഠിക്കണവരെ. കാരണം അത്രയും നല്ല കുട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ ഇതിലേക്ക് വന്നപ്പോൾ ഇതിലേക്ക് വന്നതാട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാവരും മാച്ചാളാണ്. ഞാനിപ്പോൾ നല്ല കുട്ടിയാട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു ആഗ്രഹമായിരുന്നു മലയ്ക്ക് പോകണം, കാര്യങ്ങളാവണമെന്ന്. അപ്പോൾ ഞാൻ ഇന്നലെ വന്നപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അപ്ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ യൂട്യൂബിൽ ഇന്നലെ ശരിക്കും വന്നപ്പോൾ ഞാൻ എൻ്റെ പിള്ളേരുടെ ഞാൻ വരുമ്പോൾ എങ്ങനെയായിരുന്നു എന്നുള്ള വീഡിയോ ഞാൻ കവർ ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഞാൻ ലേറ്റായി പോയി. രണ്ടാമത്തെ കാര്യം പിള്ളേരെല്ലാവരും ഉറങ്ങി. ഞാൻ ഇന്നലെ 1 മണിയായി എത്തിയപ്പോൾ. എന്താ അവിടെ എല്ലാവരും ഭയങ്കര ഫ്രസ്ട്രേഷനിലാണ്. കാരണം എനിക്ക് തോന്നുന്നു മിക്ക എല്ലായിടത്തും നല്ല മഴയാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെയും 2-3 ദിവസമായിട്ട് നോൺ സ്റ്റോപ്പാണ്. ഞാൻ ശബരിമലയ്ക്ക് പോയ ടൈമിൽ ഇവിടെ നിർത്താതെ മഴ തന്നെയായിരുന്നു. അവിടെ നല്ല ബഹളം കേട്ടോ. ആരോടെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുക. ഇതാരെ കുറയ്ക്കണമെന്ന് അറിയോ? ലൂവി ആട്ടോ കുറച്ചുകൊണ്ടിരിക്കണേ. കാരണം ആശാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറിൽ കൂടുതൽ കേജിൽ കിടക്കില്ല. 3ാമത്തെ മണിക്കൂർ ആകുമ്പോഴേക്കും അവ എങ്ങനെയെങ്കിലും അതിലൊരു ഗ്യാപ്പ് അവ എങ്ങനെയെങ്കിലും അവൻ പുറത്തേക്ക് ചാടും. പിന്നെ മെയിനായിട്ടൊരു കാര്യം, മലയ്ക്ക് പോയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഞാൻ വേഗം പറയാം. ഇത് ഞാൻ ജാതി മതം അങ്ങനെ ഒന്നും ഒരിക്കലും വിചാരിക്കില്ല കേട്ടോ. കാരണം എല്ലാവർക്കും പറയാം ഞാനൊരു ക്രിസ്ത്യാനിയാണ്. അതുപോലെ എന്താ പറയുക, ഒരു മിനിറ്റ് കേട്ടോ, അവിടെ ഉള്ളിൽ ഭയങ്കര ബഹളമാണ്. ആദ്യം പിള്ളേരെ കാണിക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മുടെ ഗോപുവിനാണോ, ഗോപുവിനെ ഞാൻ ആദ്യം എന്താ പറയുക നല്ലൊരു ഇൻട്രോ ഒക്കെ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചതാണ്. കാരണം ഇവൻ പണക്കത്തിലായിരുന്നു. അപ്പോൾ ഉള്ളിലേക്ക് പോയി, അവിടെ ഉള്ളിൽ എന്താ ഇവിടെ ആർക്കാണ് ഇവിടെ മതി എന്താണ് ഇതൊക്കെ ഉണ്ടോ. ഇപ്പോൾ എല്ലാവർക്കും നമ്മൾ ചാക്കെല്ലാം മാറ്റിയിട്ടേക്കാം കേട്ടോ. കാരണം മഴയായ കാരണം അടി അവിടെ ഉണ്ടോ. എന്താ ലൂവി? ലൂവിക്ക് എന്താണ്? എന്താ ലൂവി? പുറത്തേക്ക് ഇറങ്ങാറായിട്ടില്ല. അതിന് ഒന്നാമത്തെ കാര്യം 2 ദിവസം കുറേ സമയം നമുക്ക് പുറത്തിറങ്ങാൻ പറ്റിയില്ല. എന്താ ഇവിടെ കുറുമ്പനാണോ? അവനെ പുറത്തിറങ്ങാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക. പറയൂ സാർ, പ്രശ്നം എങ്ങടെ പോണേ ഇവനാണ് കേട്ടോ ഇവിടെ മെയിൻ ഇത്. ഇപ്പൊ അവനെ പുറത്തിറക്കിയപ്പോ അടുത്ത ആള് എന്താ കറണ്ടിക്ക് എന്താണ് പ്രശ്നം? ഇപ്പൊ വരുന്ന ഗ്യാപ്പിൽ ഫുള്ള് മൂത്രം ഒഴിച്ച് വെച്ചേക്കുക. കാരണം നമ്മളെല്ലാം കഴുകിയിട്ടേക്കാണ്. കാരണം പിള്ളേരെ നമുക്ക് അങ്ങനെ ഫുൾ ടൈം പുറത്തിറക്കാൻ പറ്റാത്തതുകൊണ്ട്. എന്താണ് പറ്റിയ ലൂയ? ഞാൻ ഇപ്പം പുറത്തിറക്കിയ മോൻ ഫുള്ള് ചെളിയിലിളങ്ങും. അങ്ങോട്ട് പോക്കോ. ഇപ്പം മഴയായ കാരണം കൊണ്ട് ഇപ്പോൾ നമ്മളെ പിള്ളേർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തതിൻ്റെ
ഫ്രസ്ട്രേഷൻ എന്താ പ്രശ്നം എല്ലാവർക്കെയോ ഞാൻ 2 ദിവസം മാറാൻ്റെ ആ ഒരു ഇപ്പോൾ ചെറിയൊരു ബ്ലിങ്ക് വന്നിട്ടുണ്ടാവും കേട്ടോ. വേറെ ഒന്നല്ല, ഫുള്ള് ലഹളയ കാരണം കൊണ്ട് നിങ്ങൾക്ക് ഡിസ്റ്റർബായിരുന്നു, ഒന്നും കേൾക്കാൻ പറ്റിയിരുന്നില്ല. ഇപ്പം എല്ലാവരും ഡീസൻ്റ് ആയി കേട്ടോ. കാരണം ഇവർക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നുണ്ട്, ഞാൻ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ഫുൾ അലമ്പാക്കി തരാമെന്ന്. അത്ര നല്ല അനുസരണമുള്ള കുഞ്ഞുങ്ങളാണ് എൻ്റെ അല്ലേ? അല്ല ബാബുഷേ ഇവിടെ ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ പോയ 2 ദിവസം ഏറ്റവും കൂടുതൽ മിസ്സാക്കിയത് എന്നെ നമ്മുടെ ഗോപുസാണ്. ബാക്കിയുള്ള പിള്ളേർ ഇല്ല എന്നല്ല കേട്ടോ, എന്നാലും എന്നെ കൂടുതൽ മിസ് ചെയ്യപ്പോൾ ഗോപൂസ് എനിക്ക് തോന്നുന്നു ഗോപൂസിൻ്റെ മെയിൻ സ്ഥലം അടുക്കളയാണ്. ഇടുവാ കിച്ചണിലാണ് ആശാൻ വന്നിരിക്കുക. അപ്പോൾ ശരിക്കും ഞാനൊന്നൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു. മിണ്ടരുത്. അവിടെ നമുക്ക് കറുമ്പ് അവന് ശരിക്കും പറഞ്ഞാലേ കറുമ്പിക്ക് ഭയങ്കര പോസസീവ്നെസ്സാണ്, ഭയങ്കര കുശുമ്പെന്ന് വേണം പറയാനായിട്ട്. അതിനേക്കാളും കുശുമ്പാണ് എൻ്റെ മോൾക്ക് അല്ലേ, അതിനേക്കാളും കുശുമ്പാണ് എൻ്റെ പാപ്പ മോന്. എന്ന് വെച്ചാൽ ഞാൻ വേറെ ആരെയും കൂടുതൽ സ്നേഹിക്കാൻ പാടില്ല. അത് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഈ കുഞ്ഞുമക്കളുടെ കാര്യത്തിൽ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിലേ നിങ്ങൾ ലക്കിയാണ്. കാരണം ആ ഒരു സ്നേഹം കിട്ടാന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ദേവാഗ്രഹമാണ്. അപ്പോൾ നമ്മുടെ മലയ്ക്ക് പോയുള്ള ചെറിയൊരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാൻ എല്ലാവർക്കും പറയാം, ഞാനൊരു കന്യാസ്വാമി ആയിരുന്നു. ഫസ്റ്റ് ടൈം ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു വിഷമം ഉണ്ടായി. കാരണം വേറെ ഒന്നല്ല, അതൊരു ഐതിഹ്യം കാര്യങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ അതൊരു പുണ്യഭൂമിയാണ്. ശരിക്കും അവർ ചെയ്യുന്നുണ്ടാവാം, പക്ഷേ എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയത് നമുക്ക് ചുറ്റിലും വേസ്റ്റുകളാണ് അവിടെ. ശരിക്കും ഈ നമ്മൾ ഒരു മല കയറി പോയി കഴിഞ്ഞാൽ ഒരു കുറച്ച് ഇത്രയും മീറ്റർ കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ചായക്കട, കൂൾ ഡ്രിങ്ക്സ്, അങ്ങനെ കാര്യങ്ങളാണ്. പണ്ടൊന്നും അങ്ങനെ ഉണ്ടായില്ല, ഇപ്പോഴാണല്ല കുറേ കടകളും കാര്യങ്ങളും വന്നത്. അത് കുറേ പ്ലാസ്റ്റിക് വേസ്റ്റ്, അതുപോലെ ഈ പാക്കറ്റ് ഫുഡ്, അങ്ങനെ ലഘു ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാവില്ലേ, നൂഡിൽസാണ് കുറേ ഒട്ടുമിക്ക കടകളിലുള്ളത്. നമ്മൾ ഈ ഹോട്ട് വാട്ടർ ഒഴിച്ചിട്ട് മിനി ഇതായിട്ട് വയ്ക്കില്ലേ, ഫ്ലൈറ്റിലൊക്കെ കിട്ടില്ല, അതുപോലത്തെ ഒരു ഡോഗ് ഫുഡേ, അതുപോലത്തെ ഒരു നൂഡിൽസ്. അപ്പോൾ അതിൻ്റെ വേസ്റ്റുകൾ ശരിക്കും പ്രോപ്പറായിട്ട് ശരിക്കും അവിടെ ഒരു ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഞങ്ങൾ അതിലിടില്ല എന്നുള്ള ഒരു സംഭവമില്ല നമ്മുടെ മനുഷ്യന്മാർക്ക്. എന്നുവെച്ചാൽ തൊട്ടപ്പുറത്തൊരു അവിടെ വേസ്റ്റ് ഇടാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടിടില്ലേ, അത് ആ ഒരു സംഭവമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ശരിക്കും മല ഇറങ്ങി വരുന്ന വഴിക്ക് ഞങ്ങൾ വേറെ വഴിക്കാണ് 2 ഇതുണ്ട്. അപ്പോൾ ഞങ്ങൾ വേറെ അപ്പുറത്തെ വഴി കൂടെയാണ് വന്നത്. അപ്പോൾ ഈ ഭാഗത്തെ ക്ലീൻ ചെയ്യുന്ന ഒരു 3-4 ട്രാക്ടറുകൾ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ശരിക്കും എത്രയോ ആൾക്കാർ കയറി പോകുന്നുണ്ട്. അപ്പം അത്രയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ജോലിക്കാരെ അവിടെ അന്ന് ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് ഇനി ഉണ്ടാകത്തില്ല അതൊക്കെ കേട്ടോ. അന്ന് ചിലപ്പോൾ എല്ലാവരും ഷിഫ്റ്റിങ്ങിലായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും എനിക്ക് ആ ഒരു ഇത് കണ്ടപ്പോൾ നല്ല വിഷമം തോന്നി. കാരണം ഫുള്ള് വേസ്റ്റും കാര്യങ്ങളാണ് ചുറ്റിലും. ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ്, അതുപോലെ വെള്ളം കുപ്പി, കുടിക്കുന്ന വെള്ളത്തിൻ്റെ ഇത്, അതുപോലെ ഞാനൊരാളെ താഴ്ത്തി പറയുന്നതല്ല കേട്ടോ. ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ഇതിൽ നമ്മൾ ഈ നോർത്തിലുള്ള ആൾക്കാർ, അവർ ശരിക്കും ഒരു വൃത്തിയോടെ അല്ല അവിടെയുള്ള ആ ഒരു പുണ്യഭൂമിയെ കൊണ്ട് നടക്കുന്നത്. ഇനിയിപ്പോൾ അത് നോർത്തിലുള്ള ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് എല്ലാവരും അല്ല ഞാൻ പറയുന്നത്, എന്നാലും കുറേ ഇങ്ങനെ വൃത്തിയില്ലാതെ ഇങ്ങനെ നോക്കുന്ന ഒരു ഇതിലുണ്ട് ആ ഒരു ചുറ്റുപാട്ട്. അത് ശരിക്കും പറഞ്ഞാൽ അതൊരു പുണ്യഭൂമിയാണ്. അപ്പോൾ ആ ഒരു മാന്യത അല്ലെങ്കിൽ അതിനോട് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കണം. അപ്പോൾ അത് എനിക്കത് ഭയങ്കര വിഷമമായിട്ട് തോന്നി. പിന്നെ അത് മല കയറി കഴിഞ്ഞ് 18ാം പടി കയറി നേരെ കയറി ചെന്ന അയ്യപ്പനെ എനിക്ക് 2 തവണ തൊഴാനായിട്ടുള്ള ഭാഗ്യം കിട്ടി കേട്ടോ. എനിക്ക് ഫസ്റ്റ് ടൈം റഷിലായിരുന്നു, രണ്ടാമത്തെ നമുക്കൊരു വേറൊരാൾ മുഖേന ഒരു VIP പാസിലൂടെ കയറി നമുക്ക് അടുത്ത് നിന്ന് കണ്ട് നമുക്ക് തൊഴാനായിട്ട് ഒരു ഭാഗ്യം കിട്ടി. അപ്പോൾ അവിടെ ഫോണൊന്നും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും എന്നാൽ കഴിയാവുന്ന സംഭവങ്ങളെല്ലാം ഞാൻ അവിടെ നിന്ന് ക്യാപ്ചർ ചെയ്തു. കാരണം അവിടെ ഫോൺ ഉപയോഗിക്കുന്നത് ഒന്നാമത്തിൽ അത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്, രണ്ടാമത്തത് അതൊരു ഡിവൈൻ പ്ലേസ് ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പ്രൈവസി കൊടുക്കണം. അപ്പോൾ എന്നാൽ കഴിയാവുന്നത് ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് ഞാൻ ഇൻസ്റ്റയിലൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ നമുക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ പോയി വന്നു. അതിപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ബോഡി പെയിനും കാര്യങ്ങളും. ഇന്നലെ ഞാൻ ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ നമ്മുടെ കുറേ പേര് ചോദിച്ചു കേട്ടോ, ഞാൻ പോയ സമയത്ത് ആരാണ് പിള്ളേരെ നോക്കിയിരുന്നത്. ഈ നിൽക്കുന്ന ക്യാമറമാനെ എനിക്ക് തിരിച്ച് കാണിക്കാൻ പറ്റില്ല, കാരണം മൂപ്പരെ അങ്ങനെ സമ്മതിച്ച് തരില്ല പെട്ടെന്ന് ക്യാമറയുടെ മുന്നിലേക്ക് വരാനായിട്ട്. പക്ഷേ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മക്കളെ കാണാൻ വരുമ്പോൾ നിങ്ങൾക്ക് ക്യാമറമാനെ കാണാം, വീഡിയോയിലൂടെ കാണാനായിട്ട് മൂപ്പര് സമ്മതിക്കില്ല പെട്ടെന്ന്. അപ്പോൾ മൂപ്പരാണ് കേട്ടോ നോക്കിയത്, പിള്ളേരെ പൊന്നു പോലെ നോക്കിയത് അവനാണ്.
എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞില്ല, അവനാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ നിഴലാണ് അവൻ. അപ്പോൾ ചെറുപ്പം മുതലുള്ള കൂട്ടുകാരാണ് ഞങ്ങൾ. അപ്പോൾ ആ ഒരു ഇതിൽ പിള്ളേരെ നോക്കാനും ശരിക്കും അങ്ങനെ ഒരു ഇത് കിട്ടാമെന്ന് പറഞ്ഞാൽ വളരെ ഇതാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും നമ്മുടെ മറ്റുള്ള ഷെൽട്ടറിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഷെൽട്ടറിന് വേണ്ടി ഇതാക്കുന്ന കുറേ പേരുടെ വീഡിയോസിൻ്റെ താഴെയും കമ്മ്യൂണിറ്റി പോസ്റ്റിൻ്റെ താഴെയും ഞാൻ കണ്ടിട്ടുണ്ട്. ജോലിക്ക് ആവശ്യമുണ്ട്, ദിവസം ഇത്ര കൂലി എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും ഇതിനോട് അത്രയും താല്പര്യമുള്ള അല്ലെങ്കിൽ ഇതിനോട് അത്രയും ഇതുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ ശരിക്കും പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതത്രയും വെച്ചാൽ ജോണിനെ ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെറുപ്പം മുതൽ അറിയാം. അവൻ ഡോഗ്സിൻ്റെ കാര്യത്തിലൊക്കെ വളരെ ഇപ്പോൾ അവൻ്റെ കാര്യങ്ങൾ പറഞ്ഞാലും പിള്ളേരെ കാര്യങ്ങൾ അവൻ മറക്കില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും എനിക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അവൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ആക്കുക. അപ്പോൾ എന്നും എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് ഞാനും പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ എണീച്ചപ്പോൾ നല്ല ബോഡി പെയിനും കാര്യങ്ങളായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു വിഷമം തോന്നിയത് ഈ ഒരു കാര്യത്തിലാണ്. പിന്നെ എന്താ പറയുക, ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കാര്യങ്ങൾ കയറിപ്പോയതും മൂപ്പരെ കണ്ടതും ഇറങ്ങിയതൊക്കെ. അത് ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ആക്കി. ഞാൻ ടീച്ചർമാർ ഇതിൽ വെച്ചിട്ടാണല്ലോ നമ്മൾ നേരത്തെ ഫുൾ സ്റ്റോപ്പ് ചെയ്തത്. കാരണം അപ്പയ്ക്കും ഉള്ളിൽ ഫുള്ള് ബഹളമായിരുന്നു. അപ്പോൾ അതൊക്കെ കാരണം കൊണ്ടൊക്കെ തന്നെയാണ്. പിന്നെ എന്താ പറയുക, ഞാൻ ശരിക്കും ഒരു എത്തിയസ്റ്റ് ആയിരുന്നു ശരിക്കും. ഇപ്പോഴല്ല, ഒരു 2-3 കൊല്ലം മുന്നേ ദൈവം ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവരൊക്കെ കാരണം കൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ദൈവങ്ങളിൽ വിശ്വാസം വന്നു തുടങ്ങിയത്. ചിലർക്ക് അത് സയൻസ് ആവാം, അങ്ങനെയൊക്കെ ആവാം. പക്ഷേ എന്താ പറയുക, എനിക്ക് പിന്നെയും വിശ്വാസം ദൈവത്തിൽ വന്നത് ഇവരൊക്കെ ഉള്ളൊരു ആ ഒരു സർക്കിൾ കിട്ടിയ കാരണം കൊണ്ടാണ്. വട്ടവർ. അപ്പോൾ എന്തായാലും നമ്മുടെ സ്കൂബി പെണ്ണിനെ കാണിക്കണം കേട്ടോ. എന്താ സ്കൂബി എന്താ പറയുക, നമ്മുടെ 2 ദിവസം ഞാൻ അങ്ങോട്ട് മാറി നിന്നപ്പോഴേക്കും ഞാൻ വന്ന ഒരു ഇതിൽ അവിടെ എന്നെ നോക്കി കുരയ്ക്കായിരുന്നു. ഞാൻ ആരാന്ന് മനസ്സിലായില്ല അവൾക്ക്, ഞങ്ങളുടെ വലിയ പെണ്ണിന്. അല്ലടി ഡുണ്ടുമണിയാ. ഇവൾക്ക് ഇപ്പോൾ ഇച്ചിരി അഹങ്കാരം കൂടിയുണ്ട് കേട്ടോ. കാരണം ഞങ്ങൾ രാവിലെ ഡോഗ് ഫുഡ് കൊടുക്കും. ഡോഗ് ഫുഡിൻ്റെ ഒപ്പം 2 മുട്ട പുഴുങ്ങി കൊടുക്കും. കാരണം എന്നാലൊക്കെ ഇവളൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ. കാരണം ഇവൾ ലാർജ് ബ്രീഡാണ്. അപ്പോൾ നമ്മൾ മുട്ടൊക്കെ ഇതാക്കി കഴിയുമ്പോൾ ഇപ്പം എന്താണ് ആശാത്തിൻ്റെ മെയിൻ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട കഴിക്കും, ഡോഗ് ഫുഡ് കഴിക്കില്ല. അവൾ എന്താ പറയുക ഇപ്പോൾ ഇതാണ് ഇച്ചിരി ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയില്ല, ആ ഒരു പദവിയിലാണ്. അപ്പോൾ അതിൻ്റേതായുള്ള അഹങ്കാരം ഞങ്ങൾക്ക് കാണിക്കണം. അല്ലടി ഡുണ്ടുമണിയാ, ഡുണ്ടുമണിയാ എന്താണ്? പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്നേഹ. എന്താ പറയുക, ഇങ്ങനെ ഇരിക്കണമെന്ന് നോക്കണ്ട. ഭയങ്കര കൊഞ്ചിപ്പിള്ളിയാണ് ഞങ്ങൾ. കൊഞ്ചിപ്പിള്ള അല്ലേ ചുണ്ടിരി പാവാണ് ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ. എനിക്ക് എന്താ പറയുക, ഇവിടെ കൊണ്ട് കളഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ശരിക്കൊരു വലിയൊരു നഷ്ടമാണ്. കാരണം ഇതുപോലെ വീട് നോക്കുന്ന ഒരാൾ വേറെ ഇല്ല. കാരണം ഒരു അനക്കം കേട്ടാൽ എത്ര വലിയ, ഇപ്പോൾ ഇവള് മടിച്ചാണ്, ഇല്ല എന്ന് പറയുന്നില്ല, നല്ല മടിയാണ്. ഇപ്പോൾ അതേ ഒരു ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാൽ അവിടെ കിടന്നുറങ്ങും. ഇപ്പോൾ ചെളിയിലാണെന്ന് നോക്കുന്നില്ല, അവിടെ കിടന്നുറങ്ങും. ആ ഒരു ഇതിലും ഒരാൾ ഗേറ്റിൻ്റെ അവിടെ വന്ന് നിന്നാൽ ഓട്ടിപ്പോയ ഗേറ്റിൻ്റെ അവിടെ പോയി നിന്ന് ആൾ തിരിച്ചു പോകണ വരെ നിർത്താതെ കുരയാണ്. പിന്നെ രാത്രിയാണെങ്കിലും വല്ല എനക്കും വല്ലതും കേട്ട് കഴിഞ്ഞാൽ വേഗം എണീച്ച്. കാരണം ഇവള് കിടക്കുന്നത് നമ്മുടെ ജോണിൻ്റെ ഒപ്പമാണ്. അപ്പോൾ ജോണ പെട്ടെന്ന് എണീക്കും. കാരണം ജോണിൻ്റെ റൂം ഇതാണ്. അപ്പോൾ വീടിനോട് ഫ്രണ്ടിൽ നിൽക്കുന്നത് ഈ റൂമാണ്. അപ്പോൾ ഈ ജനാല തുറന്നിട്ട് കിടക്കുക. അപ്പോൾ ഇവൾക്ക് നേരെ നമ്മുടെ ഗേറ്റിൻ്റെ അവിടേക്ക് വിഷം കിട്ടും. ഇവിടെ നിന്ന് ഈ ജനാല തുറന്നാൽ നേരെ അങ്ങോട്ട് കിട്ടും. അപ്പോൾ അത് കാരണം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് CCTV ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ശരിക്കും കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം പിള്ളേർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് അറിയാൻ വേണ്ടി, ആരെങ്കിലും വന്ന് കയറിയാലെന്നൊക്കെ ഉള്ളത്. അപ്പോൾ വീട്ടിൽ നമുക്ക് 2 ക്യാമറ നമ്മൾ ഓൾറെഡി ആക്സസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ബാക്കിയുള്ള പിള്ളേരെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ഇങ്ങോട്ട് എത്തിക്കും. ആ 2 ക്യാമറ നമ്മൾ അവിടെ നിന്ന് എടുക്കും. അപ്പോൾ അത് ശരിക്കും എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് അവൻ്റെ എക്സ്ട്രാ വന്നപ്പോൾ 2 തന്നതാണ്. അപ്പോൾ അങ്ങനെയായിട്ട് എടുത്തതാണ്. റെഡ്മിയുടെ ഫോണിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെ അവൻ തന്നെ എനിക്ക് വന്ന് ഇൻസ്റ്റാൾ ചെയ്തതാണ്. വീട്ടിൽ ഓൾറെഡി വൈഫൈ ഉള്ള കാരണം വൈഫൈയിലാണ് ആ ക്യാമറ വർക്ക് ചെയ്യുക. അപ്പോൾ അവൻ്റെ ഇതിലേക്ക് കടയിലേക്ക് 2 കൂടെ എക്സ്ട്രാ വന്നപ്പോൾ എനിക്ക് തന്നതാണ്. അപ്പോൾ എനിക്കത് വളരെ യൂസ്ഫുള്ളായി. കാരണം ഇപ്പോൾ എനിക്ക് എവിടെ പോയാലും ഇപ്പോൾ അത് ഇവിടെ സംസാരിക്കാം, അവർക്ക് ഇങ്ങോട്ട് സംസാരിക്കാം. വളരെ ഇതാണ്. ഞാനൊരു ദിവസം അത് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ദിവസം ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ അത് എങ്ങനെയാണെന്ന്. അപ്പോൾ ശരിക്കും ഇതൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ. എന്തായാലും ഞാൻ ഇന്ന് ശരിക്കും വീഡിയോ എടുക്കില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷെ എന്നിരുന്നാലും എനിക്ക് എടുക്കാതിരിക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം എല്ലാവരും നമ്മുടെ എന്താ പറയുക പിള്ളേരെ കാണാനൊക്കെ വളരെ എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കണതേ. അവിടെ ഒരാൾ വന്ന് നിൽക്കണുണ്ടോ? ഗോപൂഷേ എന്താണ് ഇപ്പം നാണം കഴിഞ്ഞാൽ അതിൻ്റെ നേരത്തെ നമ്മുടെ അളക്കളേര അവിടെയാണോ പോയിരുന്നത്? എന്താണ് വിക്കി ചേട്ടൻ്റെ ചെവിയൊക്കെ ഇതേ കണ്ടോ സെറ്റായി ഇതേ. ഇപ്പോൾ
പഴുപ്പെല്ലാം മാറി എല്ലാം സെറ്റായി. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തൊക്കെ നല്ല പഴുപ്പായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഓൾറെഡി ഉണ്ടാവും, കാരണം ഡോക്ടേഴ്സ് വരെ എല്ലാം എന്താ പറയുക എഴുതി തള്ളി എന്ന് വേണമെങ്കിൽ പറയാം ഇവൻ്റെ ചെവിയുടെ കാര്യത്തിൽ. പക്ഷെ ഞാൻ എൻ്റെ ആ ഒരു കോൺഫിഡൻസ് എനിക്ക് പറ്റും, ഇവനെ ഞാൻ തിരിച്ചു കൊണ്ടുവരും എന്നുള്ള ആ ഒരു ഇതിൽ അത് അങ്ങനെ ഇതാക്കിയിട്ടാണ് ഞാൻ ഇവനെ ശരിക്കും പറഞ്ഞാൽ ഇവനെ ഞാൻ കൊണ്ടുവരുമ്പോൾ നമ്മുടെ അവിടെയുള്ള ഡോക്ടേഴ്സൊക്കെ ഇങ്ങനെ വന്ന് തൊഴും ഇവനെ ഞാൻ തിരിച്ചു കൊണ്ടുവന്നില്ല. കാരണം അവർ ഉറപ്പ് പറഞ്ഞിരുന്നില്ല ഇവൻ്റെ കാര്യത്തിൽ. കാരണം ഇവൻ്റെ ബ്രെയിനിലൊക്കെ അങ്ങനെ അത്രയും ഡാമേജും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടേ എന്താണ് എൻ്റെ അപ്പോൾ ഇവൻ ശരിക്കും ഇപ്പോൾ ഒരു ഇതായിട്ട് നിൽക്കണം കേട്ടോ, ഭയങ്കര ഹൈപ്പറായിട്ട് എന്താ വേറെ ഒന്നല്ല കേട്ടോ. നമ്മുടെ സ്കൂബി പെണ്ണ് ഞാൻ പറഞ്ഞില്ലേ ഹീറ്റിലായിരുന്നു, ഇതേ കണ്ടോ അവൾ ആ ഒരു ഭാഗത്ത് എന്താ പറയുക ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒരു ഇതായിട്ട് നിൽക്കുന്നുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, ഇപ്പോൾ അവിടെ ആ ഒരു കെട്ടിയതിൻ്റെ ആ ഒരു ഇതിലാണ്. ഇനി ഞാൻ മെയിനായിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മൾ തിങ്കളാഴ്ച ഒരു ചലഞ്ച് വയ്ക്കുന്നുണ്ട്, വേറെ ഒന്നല്ല കേട്ടോ. നമ്മൾ തിങ്കളാഴ്ച ഇതിൽ ഈ ഒരു നമ്മൾ നാളെ നമ്മൾ വെൽഡിങ്ങിൻ്റെ ആൾക്കാരെ വിളിച്ചിട്ട് ഒരു എസ്റ്റിമേഷൻ നമ്മൾ ചോദിക്കും ഈ ഒരു സംഭവം ചെയ്യാനായിട്ട്. കാരണം നമ്മളിപ്പോൾ ചെയ്യണത് ഇത് ഒറ്റൊരു എല്ലാ ഡോഗ്സിനും ഇടാൻ പറ്റുന്ന അല്ലെങ്കിൽ എല്ലാ കുഞ്ഞുങ്ങളെയും ഇടാൻ പറ്റുന്ന ഒരു സെറ്റപ്പല്ല. ആദ്യം നമുക്ക് വലിയ ആൾക്കാരെ 3 പേര്, കാരണം നമ്മുടെ വീട്ടിൽ ഒരാളും കൂടി ഉണ്ട്, അപ്പോൾ അവരെയും കൂടെ ഇതാക്കിയിട്ട് ഇവിടെ ഒരു 3 ആൾക്കാർ, കാരണം ഇവൾ അത്ര അപകടകാരിയല്ല. അപ്പോൾ ഇവളുടെ ഒപ്പം തന്നെ നമ്മുടെ ബെല്ലക്കുട്ടി എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, നമ്മുടെ വീട്ടിൽ ഒരു റെസ്ക്യൂ ചെയ്ത് എടുത്തത് വഴിയിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ആ സുന്ദരി മോളെയും കൂടെ ഒരുമിച്ചിടാനാണ്, കാരണം രണ്ടാളും ഫീമെയിൽസാണ്. അപ്പോൾ അവൾ 2 പേരും അങ്ങനെ അത്ര ഇതല്ല എന്നാണ് എൻ്റെ ഒരു ഇത്. പക്ഷേ നേരിൽ കണ്ടിട്ട് വേണം കാര്യങ്ങളാക്കാനായിട്ട്. അപ്പോൾ 2 പേര് ഈ കേജിലൊക്കെ ആക്കി അങ്ങനെ ഒരു 3 കേജ് ആക്കിയിട്ട് ഇതൊന്ന് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അതിനെ നമ്മൾ നമ്മുടെ ആൾക്കാരെ വിളിച്ച് എസ്റ്റിമേഷൻ ഇടിയിക്കാനാണ് പ്ലാൻ. അപ്പോൾ എസ്റ്റിമേഷൻ നാളെ വന്ന് സംസാരിച്ച് ഞാൻ തിങ്കളാഴ്ച തൊട്ട് ഇതെത്രയാണ് വരുന്നത്, കാര്യങ്ങൾ എത്രത്തോളം എക്സ്പെൻസ് വരും എന്നുള്ളത് ഞാൻ തിങ്കളാഴ്ചത്തെ വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മെയിൻ ഷെൽട്ടറിൻ്റെ പണി തുടങ്ങാനായിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയൊരു പ്രോജക്റ്റാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവണം. കൂടെ ഉണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സഹായിക്കാൻ കഴിവില്ലാത്തവർ അല്ലെങ്കിൽ കഴിവില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, കഴിയാത്തവർ എന്നാണ് പെട്ടെന്ന് ആ ഒരു ഇത് വന്നതാട്ടോ. സഹായിക്കാൻ ആ ഒരു സമയത്ത് ഭയങ്കര ഫിനാൻഷ്യലി ഇതായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിൽ കഴിയുന്ന ഒരു ഹെൽപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. കാരണം ഇത് നല്ലൊരാളുടെ അടുത്ത്, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോ സ്പോൺസർ ചെയ്യാൻ മനസ്സുള്ള ഒരാളുടെ അടുത്തേക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോ എത്തുമെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മൾ ശരിക്കും കുറേ നമ്മുടെ മക്കളെ ഇതാക്കിയിട്ട് കാര്യമില്ല, വൃത്തിയോടെ വെടുപ്പോടെ കാര്യങ്ങളാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് നല്ല ഫിനാൻഷ്യലി ഇതുണ്ട്, നല്ല എക്സ്പെൻസീവാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹവും പിന്നെ ഞാൻ മുന്നേ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് എല്ലാ ഒരു ഇതിലാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ലോൺ എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ മേടിച്ചത് തന്നെ. അപ്പോൾ അത് കാരണം കൊണ്ട് ആ ഹൗസിംഗ് ലോൺ, അതുപോലെ തന്നെ പിള്ളേരുടെ എക്സ്പെൻസ്, ഇടയിൽ പിള്ളേരെ എന്തെങ്കിലും എമർജൻസി കേസുകൾ വന്നാൽ അതിൻ്റെ എക്സ്പെൻസ്, അപ്പോൾ എല്ലാം കൂടെ ആയപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് എല്ലാം കൂടെ മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ കുറേ പേര് ചിന്തിക്കും എന്നാൽ പിന്നെ നിനക്ക് പറ്റുന്ന പണിക്ക് പോയാൽ പോരെ, എന്തിനാ നാട്ടുകാർ മുന്നിൽ ഇറക്കണേന്ന്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ ഇറക്കണ ഒരു ഇതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നെപ്പോലെ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന ഈ ഒരു സംഭവം ശരിക്കും കുറേ പേർക്ക് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്, ശരിയല്ലേ? അപ്പോൾ ഈ ഒരു സംഭവം എന്നോട് കുറേ പേര് വിളിച്ച് പറയാറുണ്ട്, ഉണ്ണി നീ ചെയ്യുന്ന ഒരു കാര്യം സംഭവം അത് നല്ലൊരു കാര്യം തന്നെയാണ്, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം, അതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഇത് നിങ്ങളെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാമെന്ന്. അപ്പം അങ്ങനത്തെ ഉള്ള ആൾക്കാരുടെ അടുത്തുള്ളൊരു റിക്വസ്റ്റാണ്. അല്ലാണ്ട് എല്ലാവരും ഇതിൽ ഞാൻ എന്താ പറയുക ഭിക്ഷ യാചിക്കുന്നു ഇങ്ങനെ എന്നൊക്കെയുള്ളൊരു ഇതാണ്. എന്നാൽ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ ചിന്തിച്ചോട്ടെ. കാരണം ഇപ്പോൾ 2 മാസം മുന്നേ നമ്മുടെ ബോബി ചെമ്പണ്ണൂർ ഒരു റാലി റാലി അല്ല തോന്നുന്നു, ഒരു ഡൊണേഷൻ്റെ ഒരു ഇത് ചെയ്തിരുന്നു. സൗദി അറേബ്യയിൽ ഒരു മുസ്ലിം ഒരാൾ വന്ന് എന്തോ തൂക്കുകയറിന് വിധിക്കപ്പെട്ട് 35 കോടി രൂപ അടച്ചാലേ ഇതാവുള്ളൂ എന്ന്. അപ്പോൾ പിന്നെ അതുപോലെ ഡെയിലി ഇതുപോലെ എത്രയും കൂടി കോടി രൂപ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാമെന്നൊക്കെ പറഞ്ഞ് ആ മിഷനൊക്കെ നമ്മൾ മലയാളികൾ കംപ്ലീറ്റ് ചെയ്യണതാണ്. അതുപോലെ തന്നെ ഈ മിണ്ടാപ്രാണികളും ഇതിനൊക്കെ അർഹരാണ് ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട്. അപ്പോൾ എന്നാൽ കഴിയാവുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നിലൂടെ ഞാൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അതാണ് സംഭവം. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ജോലിക്കാരനാണ്. ഈ മക്കളെ നോക്കുക, മക്കളെ സേവിക്കുക, കാര്യങ്ങളാക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലായി നീ എന്തായാലും ഇറങ്ങി വരുന്നു.
ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ഗോപൂസിന് താല്പര്യമില്ല. അപ്പോൾ എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ഈ മക്കൾക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞ ജോലിക്കാരനാണ് ഗോപൂസേ. ഞാൻ മനസ്സിലായ ഗോപു, ഞാൻ ജോലിക്കാരനാണ്. ഹലോ സാർ, ഹലോ. ആറ്റിറ്റ്യൂഡാട്ടോ. കാരണം ഞാൻ 2 ദിവസം പോയതിൻ്റെ ഇതില്ലേ, മൂപ്പരെ ഞാൻ കൊണ്ടുപോയില്ല എന്നുള്ളൊരു പരാതി ഉണ്ട് മൂപ്പർക്ക്. അവൻ്റെ മുഖത്തേക്ക് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്തേ, അവൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് കാണിച്ചു കൊടുത്തേ. ഞങ്ങൾ കൂളിംഗ് ഗ്ലാസ് എടുക്കാൻ മറന്നു പോയിട്ടോ. ആറ്റിറ്റ്യൂഡ് മുമ്പ് ഞങ്ങൾ കൂളിംഗ് ഗ്ലാസ് എടുക്കും. എവിടെ അല്ലേ, ഞങ്ങൾ പോക്കാം. ഇപ്പോൾ പഴയ പോലെ കൂടുതൽ സമയം ഗോപൂട്ടനെ പൊന്തിക്കാൻ പറ്റുന്നില്ല. കാരണം അവൻ നല്ല രീതിക്ക് വെയിറ്റ് വെച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നിൻ്റെ ഇത് എനിക്ക് മനസ്സിലായി. നീ എന്തിനാണ് ഇങ്ങനെ കിടന്ന് മോങ്ങണമെന്ന് എനിക്ക് മനസ്സിലായി. ഇല്ല, നടക്കില്ല. അവിടെ ഉള്ളിൽ നിന്ന് കറമ്പിയുടെ സൗണ്ടാണ്. അപ്പോൾ പിള്ളേരൊക്കെ ഇങ്ങനെ അടച്ചുപൂട്ടി വെച്ച കാരണം കൊണ്ട് ബഹളത്തിലാണ്. കാരണം ഇപ്പോൾ കണ്ടോ, നിങ്ങളുടെ ഫുള്ള് ചെളിയാണ്. ചെളിയിൽ ഞാൻ അകത്തേക്ക് കയറ്റി കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നിങ്ങളും സൂക്ഷിക്കാം. നിങ്ങൾ പിള്ളേരെ നനഞ്ഞ ഇടങ്ങളിൽ വിടുമ്പോൾ തീർച്ചയായിട്ടും പോസ്റ്റ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് വേണം കയറ്റാനായിട്ട്. അല്ലാത്ത പക്ഷം അതിലൂടെ ഇൻഫെക്ഷൻ നമുക്കും പകരാം. ചിലപ്പോൾ അത് മൈന്യൂട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ആ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ് കൂടി വലിയ ഇൻഫെക്ഷനിലേക്ക് കാരണമാവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും പോസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് വേണം. വേറെ ഒന്നും വേണ്ട, ഒരു കപ്പ് എടുക്കുക, വെള്ളത്തിൽ മുക്കുക, നല്ല രീതിക്ക് റബ്ബ് ചെയ്യുക, ടവൽ വെച്ച് എല്ലാ ഭാഗം ഡ്രൈ ആക്കുക. അത്രേ ഉള്ളൂ. അത്രയും ചെയ്താൽ മതി. അപ്പോൾ ചെയ്യാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും അത് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഓർമ്മയിലുണ്ടാവണം, നമ്മൾ ആദ്യത്തെ ഒരു സെക്ഷൻ ഈ ഒരു സംഭവം ചെയ്യലാണ്. അത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള പിള്ളേരെ കൂടെ ഇങ്ങോട്ട് എത്തിക്കാൻ പറ്റും. അപ്പോൾ കാരണം കണ്ടോ അവളുടെ ആ ഒരു ഇത് കണ്ടോ. കാരണം വേറെ ഒന്നുമില്ല, എവിടെയോ പട്ടി കുറയ്ക്കുന്നതല്ല കേട്ടോ, പച്ചക്കറി വണ്ടി പോകുന്നതാണ് വഴിക്ക് റൂട്ടിൽ കൂടെ. അതിനാണ് കുറച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഗാർഡിങ് കൂടുതലാണ് അവൾക്ക്. അല്ലേ ഡി സുന്ദരി പെണ്ണേ? പക്ഷെ ആരെങ്കിലും സ്കൂബി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു അല്ലേ, ഇങ്ങനെ വാലാട്ടി നിൽക്കും. അതന്നെ എല്ലാവർക്കും പേടിയാണ് ശരിക്കും പറഞ്ഞാൽ. എനിക്കിവിടെ നമ്മുടെ ഫ്ലിപ്കാർട്ടിലോ അല്ലെങ്കിൽ ആമസോണിൽ എന്തെങ്കിലും ഒരു ഓർഡർ വരുമ്പോഴേ ആദ്യം എന്നെ വിളിച്ച് ചോദിക്കുക, ചേട്ടാ ഗേറ്റ് ലോക്കാണോ? അതെ. പിള്ളേർ അയച്ചിട്ടുണ്ടോ? മറ്റേ വലിയ പട്ടിയില്ലേ വലിയത്, അതിനയച്ചു വിടണ്ട. ഇല്ല, അവളെ ലോക്കാണ്, വീടിൻ്റെ അകത്താണ്. ഓക്കെ, ഇതിപ്പോൾ വരാം. എല്ലാവരും വിളിച്ചു ചോദിച്ചിട്ടാണ് വരണത്. കാരണം ഇവള് വരുമ്പോൾ ഭയങ്കര പേടിയാണ്. സൈസ് കൊണ്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ കടിക്കണമെന്ന് വിചാരിച്ചാൽ കടിച്ച് പൊളിക്കൂട്ടോ അവള്. അതുള്ള കാര്യമാണ്. അല്ലടി സുന്ദരി കോതേ? അപ്പോൾ എന്തായാലും ഞാൻ നാളെ എസ്റ്റിമേഷൻ കാര്യങ്ങൾ ചോദിച്ചിട്ട് തീർച്ചയായിട്ടും ഞാൻ തിങ്കളാഴ്ചത്തെ വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ എല്ലാവരും കൂടെ നിന്നാൽ, ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ നമുക്ക് ഈ മക്കൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഓർമ്മയിലുണ്ടാവണം എൻ്റെ കാര്യമല്ല, ഈ ഒരു മക്കളുടെ കാര്യം. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ലാസ്റ്റായിട്ട് നമ്മുടെ പിള്ളേരെ ഒന്നും കൂടെ കാണിക്കാതെ, അവിടെ ഒരാൾ ഗേറ്റ് കടിച്ചു പൊളിക്കണുണ്ടോ, അങ്ങോട്ട് സൂം ചെയ്ത് കാണിച്ചു കൊടുത്തേ കണ്ടോ. നമ്മുടെ ടെഡിയുടെ മെയിൻ പരിപാടിയാണ് ആ കേജ് കടിച്ചു പൊളിക്കൽ. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അതെ, നിന്നോടാണ് വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യട്ടെ ഞാൻ. എല്ലാവർക്കും പുറത്തിറങ്ങാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക. പക്ഷേ പുറത്തത്തെ അവസ്ഥ അറിയില്ല. പക്ഷെ എന്നാലും കുറച്ച് നേരം ഒരു 10 മിനിറ്റോളം ഒന്ന് ഇതാക്കിയിട്ട് വേഗം കയറ്റും. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വിശേഷങ്ങളായിട്ട് വരാം. ഞാനും കുറച്ചൊന്ന് ഉഷാറാവട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഓർമ്മയിലുണ്ടാവണം നമ്മുടെ കാര്യങ്ങൾ. തീർച്ചയായിട്ടും എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ നാളെ പുതിയ വിശേഷമായിട്ട് കാണാം. ബൈ.